COP2F, കെയർ ഓഫ് പേഷ്യൻസ്, അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 6ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. ഞാൻ നിൽക്കുന്നിടത്തെ പ്രകാശത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ, അങ്ങ് നിങ്ങൾ ഇരിക്കുന്നിടത്തെ പ്രകാശത്തിൻ്റെ കുറവ് കൊണ്ടാണോ എന്നറിയില്ല. ചിലപ്പോഴെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊരു വ്യക്തത കുറവുണ്ട്. കണ്ണാടിയിൽ നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് ഇവിടെ നടക്കുന്നത് പോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത കുറവ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇവിടെ എന്താ നടന്നിരുന്നതെന്ന് അവിടെ ഇരിക്കുന്നവർക്ക് അറിയാൻ ഉള്ള സാധ്യതയും കുറയാൻ പാടില്ല. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ അടുത്തേക്ക് എത്തിയൊരു പേഷ്യൻറ്റിന് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങളെ ചെയ്തതിന് ശേഷം കൂടുതൽ നല്ല സംവിധാനങ്ങളുള്ള ചികിത്സാ സാധ്യതകളുള്ള ഒരു സ്ഥലത്തേക്ക് അയക്കുന്നത് സാധാരണ പതിവുള്ളതാണ്. നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു റെഫറൻസ് സെൻറ്ററിലേക്ക് അയക്കും. മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ അടുത്ത് വളരെ കൃത്യമായൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഉണ്ടാവണമെന്നില്ല. അത് ചെയ്യുന്ന മറ്റൊരു സെൻറ്ററിലേക്ക് പേഷ്യൻറ്റിനെ അയക്കും. ഇനി നമ്മളിവിടത്തേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ പേഷ്യൻറ്റിനെ ബേസിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ തന്നെ തിരിച്ചുവിടാനുള്ള അവസ്ഥ സ്വാഭാവികമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കാറുണ്ട്. നമ്മളിവിടെ ആ പേഷ്യൻറ്റിനെ എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്താലും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാലും മറ്റൊരു സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അത് ഡോക്യുമെൻ്റഡ് ആയിരിക്കണം. വെറുതെ നിങ്ങളങ്ങ് പൊയ്ക്കോളൂ, അവിടെ ബാക്കി കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലേ. നമുക്ക് പരിശോധിച്ചാൽ മതി ചെയ്യുന്നുണ്ടോയെന്ന്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ AIC 3Bയിൽ ഇത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡോക്യുമെൻറ്റേഷൻ വേണമെന്ന് ഉറപ്പുള്ള മനുഷ്യരായതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 3യിൽ നമ്മൾ AIC 3യിൽ കണ്ട ആ കാര്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കെയർ ഓഫ് പേഷ്യൻസിൻ്റെ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോഴും മനസ്സിലാക്കിയതാണ്. ആ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പോലെയാണ് അവിടുത്തെ സ്റ്റാൻഡേർഡുകൾ. ഇനി വരാൻ പോകുന്ന സ്റ്റാൻഡേർഡുകളുടെയൊക്കെ ബേസ് അവിടെ കണക്റ്റഡ് ആണ്. നമ്മുടെ ഹോസ്പിറ്റൽ എമർജൻസിയിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്താലും ബേസിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അത്യാവശ്യം കെയർ കൊടുത്തിട്ട് വീട്ടിലേക്ക് വിട്ടാലും അത് കൃത്യമായി ഡോക്യുമെൻ്റഡ് ആയിരിക്കണം. COP2F, അഡ്മിഷൻ, ഡിസ്ചാർജ് ടു ഹോം or transfer to another organization is documented. ഇതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് നോർമൽ ബോധത്തിൽ ചെയ്യാം. ആ ഡോക്യുമെൻ്റ് നമുക്ക് പലപ്പോഴും ഈ ഒരു പേഷ്യൻ്റ് ബോധതലത്തിലാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പോലെ അല്ല. അത്ര ബോധത്തിലല്ലാതെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ എത്തിയൊരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് അവർ വന്നത്, എന്താണ് നമ്മൾ ചെയ്തത്, എന്തിനാണ് റെഫറൽ വിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റേഷൻ വളരെ ഉപകാരപ്രദമാണ്. എസ്പെഷ്യലി പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഒരു അൺകോൺഷ്യസ് ആയിരുന്ന കണ്ടീഷനോ അല്ല എനി കണ്ടീഷൻ, നമുക്കൊരു ഡോക്യുമെൻറ്റേഷൻ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവട്ടെ. COP2F നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറി ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ശരി.